ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോന്നി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. നമ്മളിവിടെ 2 ഏക്കറോളമുള്ളൊരു ഭൂമിയിൽ നമ്മൾ സോളാർ ഫെൻസിങ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോളാറിൻ്റെ ഇൻസ്റ്റലേഷൻ ഏകദേശം ഒരു 80% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ലൈൻ ഇങ്ങനെ വലിച്ച് അവിടുന്ന് ഇവിടം വരെയോളം നമുക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇനി കുറച്ചും കൂടെ ഉള്ളൂ ഇവിടെ എത്താൻ വേണ്ടി. ഇവിടെയും കംപ്ലീറ്റ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റിങ് പരിപാടി ഇങ്ങനെ കഴിഞ്ഞ് വരുന്നു. ഇവിടെ നമ്മൾ 4.5 അടിയോളമുള്ള ആംഗ്ലറാണ് ഇട്ടേക്കുന്നത്. ടി ആംഗ്ലറാണ് ഇട്ടേക്കുന്നത്. ടി ആംഗ്ലറിൽ താഴത്തെ 3 ബുഷ് ഏകദേശം അടുപ്പിച്ചും അതിനുശേഷം നമ്മൾ 4.5 ആയതുകൊണ്ട് ഇച്ചിരി ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം അടുത്ത ലൈനുമാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മൊത്തം 4 ലൈനോളം ഈ ഒരു ആംഗ്ലറിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ആ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ മിഷനും പാനലും ബാറ്ററിയൊക്കെ നമ്മൾ പൈപ്പിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. GI പൈപ്പിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മളിവിടെ ചാർജിങ് ആയതിനു വേണ്ടി പാനൽ സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്തു. ബാറ്ററിയിൽ നിന്ന് ഒരു വയറെടുത്ത് നമ്മൾ നേരെ മിഷനിലും കണക്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് ബാറ്ററി ഇപ്പോൾ ചാർജിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പാനലിലൂടെ ചാരി വെച്ചേക്കുന്നത്. വെയിലിവിടെ ഉണ്ട്, നല്ലതായിട്ട് വെയിലടിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നമ്മളിവിടെ ചാർജിങ്ങിന് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇനി ആ ഒരു പ്രോഗ്രാം അവിടെ ഒരു പരിപാടി കൂടെ ഉണ്ട്, അതുകൂടെ കഴിഞ്ഞാൽ മതി. അവിടുന്ന് ഇത്രയും ലൈനൂടെ വലിച്ചു കഴിഞ്ഞാൽ നമുക്കിത് നേരെ കൊണ്ടുപോയിട്ട് അവിടെ സെറ്റ് ചെയ്യാം, എന്നിട്ട് ലൈൻ കൊടുക്കാം. അത്രയും കൂടെ ഉള്ളൂ നമ്മുടെ ഇവിടുത്തെ ഇൻസ്റ്റലേഷൻ്റെ കാര്യങ്ങൾ. എന്നാലും നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരാം. മിഷനും പാനലും ബാറ്ററിയും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഞങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. നമ്മൾ ഈ ഫെൻസിങ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഇതുപോലെ നിരപ്പുള്ള ഭൂമി അങ്ങനെ നമുക്ക് അങ്ങനെ കിട്ടാറില്ല. കൂടുതലും ഈ കയറ്റവും ഇറക്കവും ഇങ്ങനെ തട്ടായിട്ടുള്ള ഭൂമിയൊക്കെ ആയിരിക്കും എപ്പോഴും നമ്മൾ ഫെൻസിങ് ചെയ്യാൻ വേണ്ടി കിട്ടാറുള്ളത്. പക്ഷെ ഇങ്ങനെ നമുക്കൊരു ലാൻഡ് കിട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷമാണ്. ഇങ്ങനെ മല കയറണ്ടല്ലോ. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 10-15 തവണയെങ്കിലും ഒരു ദിവസം അതിൽ കൂടുതൽ കയറും എന്തായാലും. കാരണം നമുക്കിങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ എടുക്കാനായിട്ട് മേളിലും താഴെ എപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങാൻ വേണം. ഇങ്ങനെ ഒരു ലാൻഡ് കിട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി സമാധാനമാണ്. കാരണം നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് എളുപ്പമാണ്. നമുക്ക് വലിയ പ്രയാസമില്ല, പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും. മറ്റേതങ്ങനെയല്ല, നമ്മൾ മല കയറി ഒരു പരുവാവും. അതുകൊണ്ടൊരു സന്തോഷമുണ്ട്. കണ്ടോ, ഇത്രയും ഇങ്ങനെ നിരപ്പായി കിടക്കുന്ന ലാൻഡാണ്. 2 ഏക്കറോളം ഉണ്ട്. നമുക്കെന്തായാലും അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് പോകാം. അവിടെയാണെന്നുകൊണ്ട് 2 പേരാണെങ്കിൽ നമ്മുടെ ഈ പോസ്റ്റ് GI പൈപ്പ് വെച്ചിട്ട് നമ്മുടെ ബാറ്ററി ബോക്സും കാര്യങ്ങളൊക്കെ മിഷനൊക്കെ വെക്കാനുള്ള ബോക്സിന് കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേണം GI പൈപ്പ് ഇറക്കിയിട്ട് വേണം ബോക്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി. അതിനാണ് കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനത് കാണിച്ചു തരാം. കുഴിയൊക്കെ അങ്ങനെ ഏകദേശം എടുത്തു. ഇനി അവിടെ നിന്നുകൊണ്ട് ആ പൈപ്പും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരണം. പൈപ്പ് എടുക്കാൻ പോയിട്ടുണ്ട്. പൈപ്പും ആ ബാറ്ററി ബോക്സും ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇനി അതിവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇനി സെറ്റ് ചെയ്തിട്ട് കാണാം. അങ്ങനെ ഇൻസ്റ്റലേഷൻ അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അപ്പോഴത്തെ സമയം ഇപ്പോൾ ഏകദേശം 5 മണിയായി. 5 മണിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞാനിങ്ങനെ പുറത്തേക്ക് പോകാനിങ്ങനെ നിൽക്കുമായിരുന്നു. അവിടെ ബോക്സൊക്കെ അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പരിപാടി നടക്കുന്നു. പിന്നെ ഒരാൾ അവിടെയുണ്ട്. അവിടെ നിന്നിട്ട് ലൈനിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരാൾ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തേക്ക് നമുക്ക് പോയി ചായയും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരണം. ചായയും കടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം ടീ ബ്രേക്കിനായിട്ടുള്ള സംഭവങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരട്ടെ. അപ്പോഴത്തെ എന്തായാലും ഇന്ന് തീരും. ഇന്നുകൊണ്ട് നമ്മൾ തീർക്കണം. അല്ലെങ്കിൽ നാളത്തേക്ക് ഇത് വെച്ചാൽ ശരിയാകത്തില്ല. ഇച്ചിരി ഉള്ളൂ ഇനിയും. അവിടെ നിന്ന് ഇത്രയും കൂടെ ലൈൻ മാത്രം വലിച്ചാൽ മതി. ബാറ്ററിയൊക്കെ ചാർജായി റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനിയും വേറെ ഒന്നും ലൈൻ അങ്ങോട്ട് പിടിച്ചു കൊടുത്താൽ മാത്രം മതി. കുറച്ച് പരിപാടികളേ ഉള്ളൂ. അപ്പോൾ പോയി ചായയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞാൻ വരട്ടെ. ഓക്കെ. ഇതങ്ങനെ 2ാം ദിവസമാണ് ഈ 2 ഏക്കറിലെ സോളാർ ഫെൻസിങ്ങിൻ്റെ. ഇന്നലെ മഴ കാരണമാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ പണി ഇന്നലെ നമ്മൾ നിർത്തേണ്ടത് വന്നത്. ശരിക്കും പറഞ്ഞാൽ അല്ല, നമ്മുടെ വർക്ക് ഫുള്ള് കഴിഞ്ഞതിനായിരുന്നു. ഇന്നലെ മഴ പെയ്തു. ഒരു അരമണിക്കൂറത്തെ പരിപാടിയുടെ ഉള്ളായിരുന്നു. അങ്ങനെ ഇപ്പോൾ ലൈനെല്ലാം വലിച്ചു കഴിഞ്ഞു. ഇനിയുമുള്ളത് ഇവിടെ ഗേറ്റ് ഫിറ്റ് ചെയ്യണം.
ഇവിടെ ഗേറ്റ് കൂടെ ഫിറ്റ് ചെയ്യണം. പിന്നെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ഗേറ്റ് ഉണ്ട്, അതുകൂടെ ഫിറ്റ് ചെയ്താൽ മാത്രം മതി. ബാക്കിയെല്ലാം കഴിഞ്ഞു. നമുക്ക് നേരെ കണക്ഷൻ കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇനി അടുത്ത ഓരോ പരിപാടിയിലേക്ക് കിടക്കാം. ഈ 2 ഏക്കറിനോട് തന്നെ ചേർന്നാണ് കണ്ടോ ആറ് പോകുന്നത് കണ്ടോ. അച്ചൻകോവിൽ ആറാണ് ഈ പോകുന്നത്. 2018 വെള്ളപ്പൊക്കത്തിലൊക്കെ ഇവിടെ ഫുള്ള് വെള്ളം കയറിയ സ്ഥലമാണ്. വെള്ളം കയറും, നല്ലൊരു മഴ പെയ്ത് ആറ്റിലെ വെള്ളം പൊങ്ങിയാൽ ഇവിടെ വെള്ളം കയറും, ഒരു രക്ഷയില്ല. കാണാണ്ട് ഇച്ചിരി ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ, കാണാണ്ട് ഇത് കണ്ടോ, ഇച്ചിരി ഒന്ന് കയറിയാൽ വെള്ളം അതിനകത്ത് കയറും. പിന്നെ അതുപോലെ തന്നെ കൃഷി കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ വെള്ളം ഇവിടുന്ന് എടുക്കാം, അങ്ങനെ ഒരു പ്രയോജനം കൂടെ ഉണ്ട്. പക്ഷേ മഴക്കാലത്ത് വെള്ളം കയറുമോ ഇല്ലയെന്ന് ഇവിടെ ശ്രദ്ധിക്കണം. കൃഷിയൊക്കെ ചിലപ്പം നശിക്കാൻ നല്ല ഇതുണ്ട്. പക്ഷെ നല്ല മണ്ണുമാണ് ഇവിടുത്തെ കേട്ടോ. ഈ വെള്ളത്തിൻ്റെ കാര്യം മാത്രം പേടിച്ചാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. കണ്ടോ നല്ല അടിപൊളി സ്ഥലമാണ്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി കിടക്കുകയാണ്. ഇവിടുത്തെ മണ്ണൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മണ്ണാണ് കൃഷി ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഉണ്ട് അവിടെയാണ് നമ്മളൊരു അടുത്ത ഗേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ 2 ഗേറ്റാണ് ഈ ഒരു സൈറ്റിലുള്ളത്. ആ ഗേറ്റിലൂടെ നമുക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇനി മെഷീൻ ഓൺ ചെയ്യാം. ബാക്കി പരിപാടികളെല്ലാം കഴിഞ്ഞു. അങ്ങനെ അപ്പം നിങ്ങൾക്ക് ഞാൻ അടുത്തായിട്ട് മെഷീൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഈ ഒരു സൈറ്റ് അൾട്രയുടെ 50,000-ൻ്റെ മെഷീനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ മെഷീൻ്റെ കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, പിന്നെ എക്സ്ട്രാ പവറിൻ്റെ സ്വിച്ച് ഉണ്ട്, പിന്നെ 24/12 നമുക്ക് രാത്രിയും പകലും ഇടാനുള്ള സ്വിച്ച് ഉണ്ട്, പിന്നെ അലാറത്തിൻ്റെ ഉണ്ട്, ഇത് DC ലൈറ്റിൻ്റെ ഒരെണ്ണമുണ്ട്, പിന്നെ അലാറത്തിൻ്റെ സ്വിച്ചാണുള്ളത്, പിന്നെ സെൻസിറ്റിവിറ്റി ഉണ്ട്, പിന്നെ പവർ ഇൻഡിക്കേറ്ററിനായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ചാർജിങ് ഇൻഡിക്കേറ്റർ, ലോ ബാറ്ററിയുടെ, പിന്നെ ഫെൻസ് ഫോൾട്ട് ആവുന്ന സമയത്ത് അലാറം അടിക്കുന്ന സമയത്ത് ഈ ലൈറ്റും കത്തുന്നതായിരിക്കും. പിന്നെ ഒരു 75-ൻ്റെ ബാറ്ററിയാണ് വെച്ചിരിക്കുന്നത്. എക്സൈഡിൻ്റെ 75 ബാറ്ററി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 100-ൻ്റെ പാനലുമാണ് ഈ ഒരു സൈറ്റിൽ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ഫെൻസിങ്ങിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി 2-3 സ്റ്റേയും കൂടെ വലിച്ച് കെട്ടണം. നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഇവിടെ നല്ല മഴ കിട്ടുന്ന മണ്ണും കൂടെ ആയതുകൊണ്ടേ അങ്ങനെ ഉറപ്പില്ല. അന്നേരം 2-3 സ്റ്റേയും കൂടെ ഒന്ന് വലിച്ച് കെട്ടണം. അതും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മളിവിടെ അണ്ടെല്ലാം ചെയ്ത് വെച്ചേക്കുക, എർത്തിങ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മെഷീൻ കണക്ട് ചെയ്ത് ജസ്റ്റ് സ്വിച്ച് ഓൺ ആക്കിയാൽ മാത്രം മതി, ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ കൃഷി ഭൂമിയിലും ഇതുപോലെ വന്യമൃഗങ്ങളുടെ ശല്യമുണ്ടെങ്കിൽ നമ്മളെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വീഡിയോയുടെ കൂടെയും കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.